ഓക്കെ. നിങ്ങളപ്പോ അവിടെ എന്തായിരുന്നു നിങ്ങളുടെ റോള്? ജോബ് എന്തായിരുന്നു ശരി? ഞങ്ങൾ രണ്ടുപേരും മാർക്കറ്റിംഗ് ഹെഡ് ആയിട്ടാണ്, സെയിൽസ് ഓക്കെ. മാർക്കറ്റിംഗ് ഹെഡ് ആയിട്ടാണ് നമ്മൾ വർക്ക് കണ്ണൂര് തന്നെ? ചെയ്തിട്ടുണ്ടായിരുന്നത്. കണ്ണൂരോ കണ്ണൂർ ഹൈദരാബാദോ? കണ്ണൂർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ പ്രൊമോട്ടഡ് ആയിട്ട് ഓക്കെ. ഹൈദരാബാദിലേക്ക് പോയി. അവിടെ നമുക്ക് ആന്ധ്രാപ്രദേശും അതുപോലെ തന്നെ തെലങ്കാന 2 സ്റ്റേറ്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ. ആ 2 സ്റ്റേറ്റ് നമ്മൾ ഡീൽ ചെയ്യും. അപ്പോൾ അവിടെ നമ്മൾ ടീം ബിൽഡ് ചെയ്യേണ്ടതായിട്ട് വരും, അതിന് മാർക്കറ്റ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യേണ്ടതായിട്ട് വരും, പുതിയ പുതിയ ആൾക്കാരെ നമ്മൾ കണ്ടെത്തേണ്ടതായിട്ട് വരും. ഓക്കെ. ഒരുപാട് ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ആ കമ്പനി വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. ഈ രണ്ടുപേർക്കും ആ ഒരു ഐഡിയ ഉണ്ടല്ലോ, അത് എപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ വന്നത്? ഏത് നിമിഷത്തിലാണ്? മീൻസ് എപ്പോഴാണ് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഇങ്ങനെ ഒരു ഏജൻസി തുടങ്ങിയാലോ, അതെപ്പോഴാണ് നിങ്ങൾക്ക് വന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പണ്ട് മുതലേ എനിക്കൊരു എഡ്യൂക്കേഷൻ ആ ഒരു ഫീൽഡിൽ നല്ലൊരു പാഷനായിട്ടുള്ള ഒരാളാണ്. അപ്പം ഞാൻ പഠിക്കുന്ന സമയം തന്നെ ഈ ട്യൂഷൻ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുക, അതോടൊപ്പം നാട്ടിലുള്ള പിന്നെ ഈ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് കോഴ്സുകൾ രൂപീകരിച്ചു കൊടുക്കുക, അവർക്ക് വേണ്ടി ട്രെയിനിങ് സംഘടിപ്പിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ കരിയർ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് എഡ്യൂക്കേഷണൽ ഓർഗനൈസേഷൻസിലൂടെ തന്നെയായിരുന്നു. വിദേശത്തും നാട്ടിലൊക്കെ ആയിട്ട് പല ഓർഗനൈസേഷൻസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ എസ്പെഷ്യലി നമ്മുടെ കേരളത്തിലെ ആൾക്കാർ എന്താണ് ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ എന്നുള്ളത് ഞാൻ നേരിട്ട് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ കേരളത്തിൽ നമ്മളൊരു 100 പേര് എടുത്ത് നോക്കുന്ന സമയത്ത് അതിൽ 98 പേർക്കും ഡിഗ്രി ഉണ്ടാവും. ഓക്കെ. പക്ഷേ നമ്മൾ പുറത്തുള്ള ആൾക്കാരെ നോക്കുന്ന സമയത്ത് അവർ ഒരുപക്ഷെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ അത്രയും ഉണ്ടാവില്ല. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം എക്സ്പോഷർ എന്ന് പറയുന്നത് അത്രയും നമ്മളെക്കാളും നമ്മുടെ കുട്ടികളെക്കാളും നല്ല ആക്റ്റീവായിട്ട് സംസാരിക്കുകയും നല്ല രീതിയിൽ പ്രസന്റേഷൻ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ നമ്മുടെ കേരളത്തിൽ കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ ഡിഗ്രീസ് അല്ലെങ്കിൽ UG ആയിക്കോട്ടെ PG ആയിക്കോട്ടെ പല ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിലും ക്വാളിറ്റിയിൽ വളരെ പിന്നോട്ടാണ്. ഇതിനുള്ള മെയിൻ ഒരു റീസൺ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് നമുക്ക് ഫീൽ ചെയ്തെന്ന് വെച്ചാൽ, നമ്മുടെ ആക്ച്വലി നമ്മൾ പഠിക്കുന്നത് എന്തിനാണ്? നമുക്കൊരു ജോബിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പൊ ജോബിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ആ ഒരു പഠിത്തത്തിനെ കൊണ്ട് നമുക്കൊരു കാര്യമില്ല അല്ലേ? അപ്പൊ അത് എക്സാക്ട്ലി നമ്മുടെ നാട്ടിലുള്ള കോളേജുകളിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്കത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കുട്ടികൾക്ക് അത് അക്വയർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്നുള്ളത്. അപ്പൊ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഒരു പോംവഴി എന്ന് പറയുന്നത് ഈ കോർപ്പറേറ്റ്സുകളായിട്ട് കൊലാബ് ചെയ്തിട്ട് അവർക്ക് ഓരോ പൊസിഷനിലേക്കും എന്തൊക്കെയാണ് റിക്വയർമെന്റ്സ് വരുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ HR ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഒരു HR ആവശ്യമായിട്ടുള്ള സ്കിൽ സെറ്റുകൾ, ഏതൊക്കെ ക്വാളിഫിക്കേഷൻ, അവർ ക്വാളിറ്റി എന്തൊക്കെയാണ് വേണ്ടത്, ഇത് മനസ്സിലാക്കിക്കൊണ്ട് അതിന് ആവശ്യമായിട്ടുള്ള ഒരു പിന്നെ കരിക്കുലം നമ്മൾ രൂപീകരിക്കുകയും അത് ഡിഫറെൻറ്റ് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസുമായിട്ട് കൊളാബ് ചെയ്ത് അതിൻ്റെ അക്രഡിറ്റേഷനും അപ്രൂവൽസും കൊടുത്തിട്ട് അത്തരം കരിക്കുലം അല്ലെങ്കിൽ സിലബസ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതിൽ കൂടുതലും ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്. അൺലൈക്ക് നമ്മുടെ കോളേജുകളിൽ പഠിക്കുന്നത് പോലെ ഒരുപാട് ഇങ്ങനെ ബുക്കിഷ് നോളജ് അല്ലെങ്കിൽ ബുക്ക് ഇങ്ങനെ ഫോളോ ചെയ്ത് പോകുന്നതിന് പകരം നമുക്ക് എങ്ങനെ ഒരു കോർപ്പറേറ്റ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ ജോബ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്കിൽ സെറ്റുകൾ നമുക്ക് അക്വയർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് പ്രാക്ടിക്കലി നമ്മളത് ആ രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏത് ജോബ് ആയിക്കഴിഞ്ഞാലും ഞാനെപ്പോഴും എൻ്റെ കുട്ടികളോട് അല്ലെങ്കിൽ എൻ്റെ സ്റ്റുഡൻസിനോട് എപ്പോഴും പറയുന്നത്, ഇനീഷ്യലി നമ്മൾ ആദ്യം നല്ലൊരു മനുഷ്യനാവുക എന്നുള്ളതാണ്. നല്ലൊരു മനുഷ്യനായി കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ നമ്മളൊരു ജോബിലേക്ക് അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു 50% ക്വാളിറ്റി നമ്മളവിടെ നേടിയെടുക്കും. പിന്നെ നമുക്ക് വേണ്ടത് ഏതൊരു കാര്യവും നമ്മൾ പഠിക്കാൻ അല്ലെങ്കിൽ അത് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ഉള്ളൊരു ആഗ്രഹവും ഒരു ത്വരയുമാണ് നമുക്കത് വേണ്ടത്. നല്ലൊരു മനുഷ്യനായി ഇത്തരത്തിലൊരു ആഗ്രഹമായി അതിനനുസരിച്ചുള്ളൊരു നല്ലൊരു പിന്നെ ഗൈഡൻസും പിന്നെ കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി ഒരു ബ്രിഡ്ജ് കടന്ന് നല്ലൊരു ജോലി എന്നുള്ളൊരു സ്വപ്നത്തിലേക്ക് പോകാൻ വേണ്ടി പറ്റും. അതാണ് ആക്ച്വലി നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു റൂള് എന്ന് പറയുന്നത്.